ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഇഡി അന്വേഷണം ഇഴയുന്നു. പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, എ പത്മകുമാർ അടക്കമുള്ളവരെ ഇതുവരെ ചോദ്യം ചെയ്തില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറിയതാണ് പ്രധാന വെല്ലുവിളി. CPM നേതാക്കൾ പ്രതികളായ കേസുകളിൽ അന്വേഷണം എങ്ങും എത്താറില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. ജനുവരിയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED ECIR രജിസ്റ്റർ ചെയ്തത്. മുരാരി ബാബു, N വാസു, തന്ത്രി കണ്ഠരര് രാജീവർ എന്നിവരെ ചോദ്യം ചെയ്തു. എന്നാൽ അതിനുശേഷം കാര്യമായ പുരോഗതി അന്വേഷണത്തിലുണ്ടായില്ല. കേസിലെ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, എ പത്മകുമാർ എന്നിവരെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ സ്ഥലം മാറിയതും തിരിച്ചടിയായി. BJP CPM കൂട്ടുകെട്ടാണ് അന്വേഷണം ഇഴയാൻ കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ED ഒന്നും നിങ്ങൾ എന്തേ പറഞ്ഞത്? പിണറായി വിജയൻ്റെ സർക്കാരും CPM ബന്ധപ്പെട്ട കേസിൽ ED എവിടെയെങ്കിലും അന്വേഷിക്കുക? ഏതെങ്കിലും കേസ് അന്വേഷിക്കുക? ഏത് കേസ് അന്വേഷിച്ചേക്കണേ? തെരഞ്ഞെടുപ്പ് കാലത്ത് വെറുതെ ഷോ അല്ലേ ഇതൊക്കെ? പുതിയ അസിസ്റ്റന്റ് ഡയറക്ടറുടെ അന്വേഷണത്തിൽ തുടർചലനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിവരം. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കാൻ വൈകുന്നതിനാൽ SIT അന്വേഷണവും മന്ദഗതിയിലാണ്. മെയ് 16 മുൻപ് കുറ്റപത്രം സമർപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് SIT. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.